ഈ നോമ്പ് കാലത്ത് നിങ്ങൾ അബുദാബി സിറ്റിയിൽ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസ്റ്റോറൻ്റ് ആണിത്. അത്രയധികം വെറൈറ്റീസ് ഓഫ് കടികൾ ഇവിടെയുണ്ട്. നോമ്പ് തുറയുടെ കടികൾ അന്വേഷിച്ച് നമ്മൾ ഇന്ന് എത്തിയത് അബുദാബി സിറ്റിയിലായിരുന്നു. അൽവാദ മാളിന് മുമ്പിൽ എത്തിയപ്പോഴാണ് ചുമ്മാ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറി നോക്കാനൊന്നും തോന്നിയത്. പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ ആ ഈന്തപ്പഴത്തിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ സെക്ഷനൊക്കെ ഒന്ന് കയറിയിട്ട് ഫുഡിൻ്റെ സെക്ഷനിലോട്ട് നേരെ പോയി. അവിടെ ചെന്നപ്പോഴാണ് ഇതുപോലൊരു വെറൈറ്റി ആയിട്ടുള്ള കൗണ്ടർ ഞാൻ കണ്ടത്. അടുത്തുനിന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നോമ്പ് തുറ കാലത്തുള്ള കടികളായിരുന്നത്. കമ്പാരിറ്റീവ്ലി വലിയ വെറൈറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. റേറ്റിനാണെങ്കിൽ പ്രത്യേകിച്ച് കുറവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി അതിൻ്റെ പുറത്തുള്ള റഹ്മത്ത് ഹോട്ടലിലോട്ട് നേരെ പോയി. അവിടെ ചെന്നപ്പോൾ ഇത്രയധികം കടികളുണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കൂടുതലും പേരറിയാൻ പാടില്ലാത്ത കടികളായിരുന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട കടികൾ വാങ്ങിക്കൊണ്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. നോമ്പായതുകൊണ്ട് അവർ ഡൈനിങ് ഒന്നും അവർ ശരിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഡൈനിങ് കണ്ടുപിടിക്കാൻ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടു. ആദ്യം എന്നെ കയ്യിലോട്ട് കിട്ടിയത് സേമിയ വെച്ചുണ്ടാക്കിയ ഒരു കടിയായിരുന്നു. അത്യാവശ്യം മധുരമുള്ള അത്യാവശ്യം ടേസ്റ്റുള്ള ഒരു കടിയായിരുന്നു അത്. അതിനുശേഷം എൻ്റെ കയ്യിലോട്ട് കിട്ടിയ കടിയാണ് എന്നെ അതിശയിപ്പിച്ച് കളഞ്ഞത്. ഏത്തപ്പഴത്തിൻ്റെ ഉള്ളിൽ പഞ്ചസാരയും തേങ്ങയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ് വെച്ചൊരു കടിയായിരുന്നു അത്. ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. കൂട്ടത്തിൽ നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നെയ്യപ്പം ഞാൻ വാങ്ങിച്ചിരുന്നു. നെയ്യപ്പം ആവറേജ് ആയിരുന്നു. അതും കഴിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി.